ഇപ്പം ഈ ഒരിടെയായിട്ട് ഇപ്പം അധികവും സ്വർണത്തിലൊക്കെ നിക്ഷേപിക്കുന്നവരുടെ ഒരു വലിയൊരു തോത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതേപോലെ തന്നെ ഇപ്പം സിൽവറിൽ നിക്ഷേപിക്കുന്നവരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിൽവറിൽ നിക്ഷേപിക്കുന്ന ഈ ഒരു പുതിയ ട്രെൻഡിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സിൽവറിൽ ഇപ്പോൾ ഡെഫിനറ്റ്ലി സിൽവറിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ വർഷം 2005 തുടങ്ങിയിട്ട് സിൽവറിൽ ഡെഫിനറ്റ്ലി കമ്മോഡിറ്റി പ്രൈസ് കൂടിയ സമയത്ത് ഗോൾഡ് പോലെ തന്നെ സിൽവറിൻ്റെ പ്രൈസും അപ്രീഷിയേറ്റ്. ഇപ്പോൾ സിൽവർ ആയാലും പ്ലാറ്റിനം ആയാലും ഏകദേശം 130% മുകളിൽ റൈസ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ഗോൾഡിൽ 75% പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ എല്ലാവരും ഗോൾഡാണ് വാങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ തന്നെ ഇപ്പോൾ സെബി ETF ഇറക്കാനായിട്ട് തുടങ്ങി. അതേപോലെ മ്യൂച്വൽ ഫണ്ടിൽ ഫണ്ടുകൾ ഇറക്കാൻ തുടങ്ങി. അപ്പോൾ ആളുകൾക്ക് സിൽവർ വാങ്ങാനുള്ളൊരു ഈസിനെസ് കൂടി, ആൾക്കാർക്ക് ഈസി ആയിട്ട് വാങ്ങാം എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായി. ഗോൾഡ് പണ്ടാണെങ്കിലും ബാറായിട്ട് വാങ്ങുകയോ ആഭരണമായിട്ട് വാങ്ങുന്നതുകൊണ്ട് അപ്പോൾ ഗോൾഡിലും ETF വന്നപ്പോൾ അതും ഇപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ഗോൾഡും അങ്ങനെ പലതും ഉള്ളതിൻ്റെ പേരിൽ തന്നെ ഗോൾഡ് വാങ്ങാനായിട്ട് ഇന്ത്യയിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. സിൽവർ വാങ്ങാനായിട്ടും ഇപ്പോൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ബാറായിട്ട് വാങ്ങി വെക്കണേക്കാളൊക്കെ ഈസി ആയിട്ട് ETF കൂടെ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ വാങ്ങാം. മ്യൂച്വൽ ഫണ്ടിൽ കൂടെ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ നമുക്ക് ഫണ്ടായിട്ടോ അല്ലെങ്കിൽ നേരിട്ടായിട്ടോ വാങ്ങാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈസിനെസ് ഇസ് വൺ ഓഫ് ദ റീസൺ. പ്ലസ് പ്രൈസ് ഭയങ്കരമായിട്ട് കയറുന്നു എന്നുള്ളത് ഭയങ്കര ഒരു നല്ലൊരു റീസൺ. അതേപോലെ തന്നെ ഇപ്പോൾ ഇക്വിറ്റിയിൽ മാർക്കറ്റിൽ അത്രയധികം അപ്രീസിയേഷൻ 2004 സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഇല്ല എന്നുള്ളതും വേറൊരു റീസൺ. അപ്പോൾ നമ്മുടെ ഒരു മലയാളി പോയിന്റ് ഓഫ് വ്യൂ അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഡെഫിനറ്റ്ലി അതിലൊരു പ്രാധാന്യം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ഗ്ലോബൽ സിറ്റുവേഷൻ പറയണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വരും, ഒരു ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത്. ഇപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് കാലമായിട്ട് യുദ്ധങ്ങൾ പല സ്ഥലത്തുണ്ട്. ആ ഒരു ടെൻഷനുള്ള സമയത്ത് ഈ കമ്മോഡിറ്റി പ്രൈസിൻ്റെ പ്രൈസ് കൂടും. അപ്പോൾ ആളുകൾക്ക് ഈവൻ സെൻട്രൽ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും കൂടുതൽ ഇപ്പോൾ ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണതിനാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ ഗോൾഡ് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഒരു കറൻസിക്ക് സമാനമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും കൂടുതൽ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്. അപ്പോൾ ഇത് തന്നെ സിൽവറിലും നടന്നു. അപ്പോൾ സിൽവറിൽ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഡോളറിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം $129 വരെയൊക്കെ പോയതാണ്. എന്നിട്ട് ഇപ്പോൾ ഒരു കറക്ഷൻ വന്നിട്ട് ഇപ്പോൾ $88 എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ കറക്ഷൻ വന്ന് പെട്ടെന്നൊരു ഒറ്റയടിക്കൊരു ഏകദേശം 30% വന്നു എന്നുള്ളത്. അപ്പോൾ സിൽവറിൻ്റെ ഈ ഒരു പ്രൈസ് ഹൈക്ക് ഡെഫിനറ്റ്ലി ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇനി അത് ഒത്തിരി ഗ്ലോബൽ സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ US സിറ്റുവേഷൻ ഉണ്ട്. അവിടെ സെൻട്രൽ ബാങ്കിൻ്റെ അവിടുത്തെ ഹെഡിൻ്റെ മാറ്റം ഇതെല്ലാനും വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കില്ല എന്നുള്ളൊരു കാരണവും, അവിടെ ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കില്ല എന്നുള്ളൊരു കാരണം ഡെഫിനറ്റ്ലി സിൽവറിൻ്റെ ഉണ്ട്. പിന്നെ സിൽവറിന് ഗോൾഡിനേക്കാളും ഒരു പ്രാധാന്യമുള്ളത്, സിൽവർ ഒരു പ്രഷ്യസ് മെറ്റലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷ്യസ് മെറ്റലാണ്. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മെറ്റലും കൂടിയാണ്. അപ്പോൾ ആളുകൾക്ക് ഇവിടെ ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റെ അതേമാതിരി ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ കുറേ കാര്യങ്ങളിൽ ആ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന സമയങ്ങളിൽ സിൽവറിൻ്റെ ഉപയോഗം കൂടിയുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ യൂസ് ഉണ്ട്, ഗോൾഡിന് ഇൻഡസ്ട്രിയൽ യൂസ് ഇല്ല. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ സിൽവറിൻ്റെ ഡിമാൻഡ് ഒന്നും കൂടി. അപ്പോൾ ഇത് ആളുകളിൽ ശരിക്കും ഫണ്ടമെൻ്റലി ഇത്രയും പ്രൈസ് ഹൈക്കിൻ്റെ ആവശ്യമില്ല. ഇത് മൾട്ടിപ്പിൾ റീസൺസ് ഉള്ളതിൻ്റെ പേരിൽ ഈ ഒരു ഹൈക്ക് ഉണ്ടായതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചോദ്യം വെച്ചാൽ ഇനി കറക്ഷൻ വന്നു, ഇനി ഇടിയോ എന്നൊക്കെ ഉള്ളത്, അതൊരു നമുക്ക് പറയാനായിട്ട് ഡെഫിനറ്റ്ലി എനിക്കും അറിയില്ല, എനിക്ക് തോന്നുന്നു ആർക്കും അറിയില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഒരു 2011 ടൈമിലേക്കുള്ള ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇതേമാതിരി വളരെ നന്നായിട്ട് സിൽവറിൻ്റെ പ്രൈസ് മുകളിൽ പോയിട്ടുണ്ട്. എന്നിട്ട് അവിടെയും ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്. അതൊരു പിന്നെയും തിരിച്ചു വന്നിട്ട് പിന്നെയും ഒരു കറക്ഷൻ ഉണ്ടായ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ അസറ്റ് അലോക്കേഷൻ കൃത്യമായിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ എത്ര പെർസെൻറ്റേജ് നമുക്ക് സിൽവറിൽ വെക്കണം എന്നുള്ളൊരു തീരുമാനം നോക്കാം. ചിലപ്പോൾ നമ്മുടെ എൻ്റയർ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ നോക്കണമെങ്കിൽ ഇപ്പോൾ ഇക്വിറ്റി ആയിട്ടും FD ആയിട്ടും എല്ലാത്തിലായിട്ടൊക്കെ നോക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 5% വരെയൊക്കെ സിൽവർ വെച്ച് കഴിഞ്ഞാൽ തെറ്റില്ല. അല്ലെങ്കിൽ 10% വരെയൊക്കെ. ചിലപ്പോൾ പണ്ടേ സിൽവർ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ആൾക്കാരുടെയും ഡബിളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു 10% കൂടുതലൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യണം നല്ലതാണ്. ഇനി അതല്ല, സിൽവർ ഒട്ടും ഇൻവെസ്റ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 5% വരെയൊക്കെ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണത് തെറ്റില്ല.
ഇനി സിൽവർ പോലത്തുള്ള അസറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് SIP മോഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം ഭയങ്കര ഫ്ലക്ച്വേഷനുള്ള ഒരു അസറ്റ് ക്ലാസ്സാണ്. ഇപ്പോൾ ഗോൾഡും സിൽവറിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിൽവർ ഗോൾഡിനേക്കാളും കൂടുതൽ ഫ്ലക്ച്വേഷൻ കൂടുതലുള്ളത്. അപ്പോൾ ഫ്ലക്ച്വേഷൻ കൂടുതലുള്ളതിൻ്റെ പേരിൽ SIP ചെയ്യാൻ പറ്റിയ ഇൻസ്ട്രുമെൻറ്റാണ്. ഒരു ലോങ് ടൈം വ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഫ്ലക്ച്വേഷൻ ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് പ്രൈസിങ് ആവറേജ് കുറച്ചും കൂടി നന്നാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ SIP പോയിന്റ് ഓഫ് വ്യൂ സിൽവർ ഈസ് എ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾറെഡി സിൽവറിലുണ്ടെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. സിൽവർ ഒട്ടുമില്ല എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു അസറ്റിൻ്റെ നമ്മുടെ ടോട്ടൽ അസറ്റിൻ്റെ ഒരു 5% ഒക്കെ ഇട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നല്ലതാണെന്ന് തന്നെ പറയാം. ഇപ്പം നമ്മൾ ഈ റീൽസിലും സോഷ്യൽ മീഡിയയിലും മൊത്തം ഇത്തരത്തിലുള്ള സിൽവറിൽ ഇപ്പം നിക്ഷേപിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ നേട്ടം ഉണ്ടാകും എന്നൊക്കെയുള്ള രീതിയിൽ അത് ട്രോളുകളായിട്ടോ ആയിക്കോട്ടെ മീമായിക്കോട്ടെ എല്ലാ രീതിയിലും ഇതിങ്ങനെ വൈറലായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ചിലപ്പം ഈ നിക്ഷേപത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവർ ചിലപ്പം പെട്ടെന്ന് വന്നിട്ട് ഓക്കെ നമുക്ക് പണം ഉണ്ടാക്കാൻ എളുപ്പമായിട്ട് ഇപ്പം സിൽവറിൽ നിക്ഷേപിക്കാം, അങ്ങനെ പെട്ടെന്ന് വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണോ ഇത്? ഇപ്പോഴത്തെ ഏറ്റവും വലിയ കാര്യം പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാന്നുള്ളത് വളരെ ഈസിയാണ്, സിമ്പിളാണ്. കാരണം ഒന്നില്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് തുടങ്ങിയാൽ മതി, അല്ലെങ്കിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞാൽ ആർക്കും ഈവൻ ഒരു 100 രൂപ വെച്ചിട്ടായാലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈസിനെസ് ഈസ് എ വെരി സിമ്പിൾ തിങ്. പക്ഷേ നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയിൽ വരുന്നത് എപ്പോഴും വെച്ചാൽ ലാഭം ഉണ്ടാക്കി പീക്കിലെത്തുമ്പോഴായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നോട് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ശരിക്കും സിൽവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈം 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം മുന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ പീക്കിലെത്തി. എന്നിട്ട് ഇവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നുള്ളത് ഇവൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ആൾക്കാർക്കും അറിയത്തില്ല. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ച് വ്യൂ കിട്ടാനായിട്ട് ഇപ്പോൾ ഏറ്റവും നല്ല സിൽവർ ഉള്ള തമ്പനൈനിൽ ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും വന്ന് കാണുന്ന ഒരു സിറ്റുവേഷനാണ്. സോ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്ന ആൾക്കാരുടെയും ഒബ്ജക്റ്റീവ് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം ഇപ്പോൾ നമ്മൾ ഈ ഡിസ്കഷൻ വരാൻ കാരണം തന്നെ ഇപ്പോഴത്തെ ഒരു സാമൂഹിക പ്രസക്തി ഉള്ളതിൻ്റെ പേരില്ല. അപ്പോൾ നമ്മൾ ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്ന് വെച്ചാൽ നമ്മുടെ ഹാർഡ് ഏൺ മണിയാണ്. അപ്പോൾ എല്ലാ പൈസയും കൂടി ദയവ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ അസറ്റ് ലൊക്കേഷൻ എത്രയാണോ 5 or 10% മാക്സിമം ആ ലെവല് മനസ്സിലാക്കിയിട്ട് ഒരു ലോങ് ടൈം ചിന്താഗതിയോടെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ഗുഡ്. അതേപോലെ തന്നെ ഇപ്പോൾ സിൽവർ ഇവിടെ എത്തി, ഇനി എനിക്കൊരു 50% ഹൈക്ക് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് വരുന്നുണ്ടെങ്കിൽ ആൻസർ ഈസ് കംപ്ലീറ്റ്ലി നോ. അങ്ങനെ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് നമ്മുടെ അറിവ് കൊണ്ടല്ലാതെ. അപ്പം ഷോർട്ട് ടൈമിലേക്ക് എനിക്ക് തോന്നുന്നത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.